രാഹുൽ മാങ്കോട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിലെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഈ കേസിൽ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. MLA പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് സ്പീക്കറിന്റെ ഓഫീസിനെ അറിയിച്ചിരിക്കുന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതിയെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടി ആരംഭിച്ചിട്ടുണ്ട്. 3 വനിതാ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. വെളിപ്പെടുത്തൽ നടത്താനും പിന്തിരിയാനും യുവതിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേസിൽ പ്രതിയായി എന്ന വിവരം സ്പീക്കറെ ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചത്. നിലവിൽ സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട FIRലെ വിവരങ്ങൾ, അതിനൊപ്പം തന്നെ കേസിന്റെ നടപടിക്രമങ്ങൾ, അന്വേഷണക്രമം എങ്ങനെ എന്നുള്ള കാര്യവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് വൈകിട്ട് സ്പീക്കറുടെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിച്ചത്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു നീക്കവും ഒരു നടപടിയും നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി പരാതി ഇമെയിലായി അയച്ച ആൾക്കാരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു നീചമായ പ്രവൃത്തി കണ്ടപ്പോൾ ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഞാൻ പരാതി കൊടുത്തത്. അല്ലാണ്ട് ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന രീതിയിലല്ല എന്റെ പരാതി വന്നത്. ഇതിനൊപ്പം തന്നെ കേസിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു അന്വേഷണം കൂടി ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഗർഭചിത്ര ആരോപണം ഉയർത്തിയ യുവതിയുമായി ബന്ധപ്പെട്ടാണ്. ആ യുവതി ആരാണ് എന്ന് കണ്ടെത്താനും അവരെന്തുകൊണ്ടാണ് പരാതി നൽകാത്തത് എന്നും സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് 3 വനിതാ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ആരായും അതിനൊപ്പം തന്നെ പരാതി നൽകാതിരിക്കാനും പരാതി നൽകാനും ഈ യുവതിക്കുമേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള ചില വിവരങ്ങളും അന്വേഷണ സംഘത്തിനുണ്ട്. സാമ്പത്തിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തതായിട്ട് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ്.